കാർമേഘങ്ങൾ വകഞ്ഞു മാറ്റി ചന്ദ്രക്കല തെളിയാൻ ശ്രമിച്ചാലും കറുത്ത നിഴലിന്റെ പാടുകൾ മായാതെ കിടക്കും. ആ കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടാവില്ല. കാർമേഘങ്ങൾ പൂർണ്ണമായും മാറണം. ആ മനസ്സില് എന്ത് കറുപ്പാണ് അടിഞ്ഞു കൂടുന്നതെന്ന് പറഞ്ഞൂടെ ജഗന്? അതിപ്പോ എന്തു പറയണം, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. അത് വന്ദനമ്മേ, നിങ്ങൾ രണ്ടുപേരും ഈ നട്ട പാതിരാത്രി ഇവിടെ വന്ന് കിണ്ണരിച്ചോണ്ട് നിൽക്കുകയാണോ? എന്തു കാര്യോ നിങ്ങൾക്ക് പറയാനുള്ളത്? പറ, ദിയമ്മളും കൂടി കേക്കട്ടെ. ഒന്നും പറയാനല്ലേ മോളെ വന്നത്. വെറുതെ ഇവിടെ വന്ന് നിന്നതാ അല്ലേ വന്ദനെ? ആണോ? ദേ, രാത്രിയില് വെറുതെ പുറത്തിറങ്ങാനൊന്നും നിക്കരുത്. രണ്ടിനെ ഭൂതം പിടിച്ചോണ്ട് പോവും, പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്നും കാണിക്കരുത്. വന്നേ പോയി കിടക്കാം. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വാ. ജഗനങ്കിൾ. ഇനി എന്റെ അനുവാദം ഇല്ലാതെ പുറത്ത് പോയി പോരുത്. അനുസരണ വേണം. കിടക്ക്. കേറ്. ആ നിക്ക്, ഞാനാ നടുക്ക്. കിടക്ക്. ആ കായങ്ങത്താ. ഇനി ലോക്ക വീടില്ല ഞാൻ. ഇനി ഉറങ്ങണമെന്ന് പ്രത്യേകം പറയണോ? ഉറങ്ങ്. രാജീവിന്റെ അപകട മരണത്തെക്കുറിച്ച് റീ എൻക്വയറി നടത്താൻ പെറ്റീഷൻ കൊടുത്ത് കാത്തിരിക്കുന്നവളാ വന്ദന. ആ രാജീവിന്റെ മരണത്തിന് ഉത്തരവാദി നീയാണെന്നറിഞ്ഞാൽ സ്വന്തം ഭർത്താവാണെന്ന ഒരു പരിഗണനയും അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. മാനത്തെ കൊട്ടാരം